കുഞ്ഞു വായനയിലെ വലിയ ലോകം പുസ്തക ചർച്ച സംഘടിപ്പിച്ച് തിരുവനന്തപുരം മാതൃഭൂമി ബുക്സ്. ലോക പുസ്തക ദിനത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച വായനാനുഭവ ചർച്ചയിൽ പങ്കെടുത്ത് കുട്ടി വായനക്കാർ. കുഞ്ഞു വായനയിലെ വലിയ ലോകം, പേര് പോലെ തന്നെ ഇവരുടെ വായനാ ലോകം വിശാലമാണ്. ഈ ബുക്ക് വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ സിനിമയിൽ എത്ര വലിയ IMAX 3D കണ്ടാലും ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന എക്സ്പീരിയൻസിന് അത്രയും വരില്ല. എങ്ങനെയാണ് വായനയുടെ ലോകത്തിലേക്ക് പിച്ച വെച്ചതെന്ന് ഇവർ പറയും. എനിക്ക് വായിക്കാൻ ഇത്തിരിയൊക്കെ ഫോണിങ്സ് പഠിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ചെറിയ 10 pages ഒക്കെയുള്ള ബുക്ക് വായിക്കായിരുന്നു. ഇനി വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അമ്മ വായിച്ചു തരും. അമ്മയിലടുത്തും അച്ഛനടുത്തും വായിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് ഇനിയും കൂടുതൽ പുസ്തകങ്ങളൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുസ്തകോത്സവങ്ങളിലൊക്കെ എന്നെ കൊണ്ടുപോകാൻ തുടങ്ങി. എല്ലാവരും വായിച്ചിരിക്കേണ്ട പുസ്തകം എന്നൊന്നുണ്ടോ എന്ന ചോദ്യത്തിനും ഇവിടെ ഉത്തരമുണ്ട്. പൈസ വൈബ് തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ആ ബുക്ക്. അപ്പോൾ ഞാൻ ഒരു ഡേയിൽ തന്നെ വായിച്ചു തീർന്നു. ഇവരൊക്കെ ചെറിയ വായനക്കാരല്ല, ഈ പ്രായത്തിലെ കാഫ്കയെ അടക്കം വായിക്കുന്നവരാണ്. ചർച്ച നയിച്ച RJ സുദേവിനും പറയാനുണ്ടായിരുന്നു തന്റെ ബാല്യകാല വായനയെപ്പറ്റി. കുട്ടി ഇത്രയും വായിച്ചുകൊണ്ടാണ് ഈ വാക്കുകൾ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ആ വാക്ക് വെറുതെ യൂസ് ചെയ്യല്ല, അത് ഉൾക്കൊണ്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കി ഇപ്പോൾ ചെന്നൈയിൽ നമ്മളെവിടെ എത്തി എന്നുള്ളൊരു തോന്നൽ വരണമെങ്കിൽ അത്രയും മനസ്സിൽ ആ പിക്ചർ പതിഞ്ഞിട്ടുണ്ടാവും. പുതുതലമുറയിലെ വായനയും പുസ്തകങ്ങളിലെ വൈവിധ്യങ്ങളും കഥകളുമൊക്കെയായി ചർച്ച നീണ്ടു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.